ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീഷ്. രാജ്യവിരുദ്ധത കാണിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജനസമൂഹമാണ് ജിഹാദിസ്റ്റുകൾ. അതുപോലെ തന്നെ കമ്മി, കൊങ്ങി, ചൂല് എല്ലാ ക്ഷുദ്രജീവികളും ഉണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ പാകിസ്ഥാന്റെ മണ്ണാണ്, അത് പാകിസ്ഥാന് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യവിരുദ്ധ പ്രസംഗം നടത്തിയ വ്യക്തിയാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു ഓൺലൈൻ പേജിന്റെ മുതലാളി അഭിജിത്ത് ദീപ്കെ. ഈ ഒരു രാജ്യവിരുദ്ധ പ്രസംഗം നടത്തിയതിനെ തുടർന്ന് പൂനെയിൽ അഭിജിത്ത് ദീപകിനെതിരെ ഒരു UAPA കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ AAP നേതാവ് അഭിജിത്ത് ദീപ്കെ നേരെ അമേരിക്കയിലേക്ക് പോവുകയും അവിടെ നിന്ന് ഭാരതത്തിനെതിരെ, അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ, മോദിക്കെതിരെ, സംഘപരിവാറിനെതിരെ, RSSനെതിരെ നിരന്തരം അപവാദ പ്രചരണങ്ങൾ നടത്തുകയായിരുന്നു. ഒടുവിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു പേജ് BJPക്ക് ബദലായി രൂപീകരിച്ചു. ഇവിടുത്തെ ബോധമില്ലാത്ത ജനങ്ങൾക്ക്, അതായത് ആക്ടിവിസ്റ്റുകൾ, അങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് ചെറിയൊരു ഇരയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇട്ടുകൊടുത്തിട്ടുള്ളത്. അങ്ങനെ അഭിജിത്ത് ദീപക് ഇട്ടുകൊടുത്ത ഒരു ചെറിയ ഇരയിൽ പിടിച്ചിരിക്കുകയാണ് ഇഷാ മറിയം ഹാരിസ് എന്ന ആക്ടിവിസ്റ്റ്. ശരിക്കും ഈ ആക്ടിവിസ്റ്റ് ആരാന്ന് നിങ്ങൾക്കറിയോ? മദ്രാസ് ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പ്രതിയായ കൊടും ഭീകരൻ എന്നറിയപ്പെടുന്ന അബ്ദുൽ നാസർ മദനിയുടെ ഭാര്യ സൂഫിയ മദനിയുടെ ബന്ധുവാണ് ഈ ഇഷാ മറിയം ഹാരിസ്. ആരാണ് ഈ അബ്ദുൽ നാസർ മദനി? 2008 ബാംഗ്ലൂർ ബോംബ് സ്ഫോടനത്തിലെ മുഖ്യ സൂത്രധാരനിൽ ഒരാളാണ് അബ്ദുൽ നാസർ മദനി എന്നാണ് കർണാടക പോലീസ് പറയുന്നത്. IPL മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ പുറത്ത് ബോംബ് സ്ഫോടനം നടത്താൻ പ്ലാൻ ഇട്ടത് തടിയൻ ഡാവിഡ് നസീറാണത്രേ. ഇവിടെ ഈ ബാംഗ്ലൂർ സ്ഫോടനം നടക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ ബോംബ് സ്ഫോടനം നടന്നതിന് ശേഷവും തടിയൻ ഡാവിഡ് നസീർ അബ്ദുൽ നാസർ മദനിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം തടിയൻ ഡാവിഡ് നസീറിനെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ചതും ഇതേ അബ്ദുൽ നാസർ മദനിയാണത്രേ. അബ്ദുൽ നാസർ മദനിയുടെ വീട്ടിലാണത്രേ തടിയൻ ഡാവിഡ് നസീർ ഒളിച്ചു താമസിച്ചിരുന്നത്. ഈ മദനിയുടെ, അതായത് സൂഫിയ മദനിയുടെ ബന്ധുവാണ് ഇഷാ മറിയം ഹാരിസ്. ഇപ്പോഴാണ് ശരിക്കും കേന്ദ്ര ഏജൻസികളുടെ വാദം ശരിയിലേക്ക് എത്തുന്നത്. രാജ്യത്തിനകത്ത് ഒരു തൊഴിലും ചെയ്യാതെ കൂറകളെ പോലെ പരക്കം പായുന്ന യുവാക്കളെയും യുവതികളെയും ചേർത്ത് നിർത്തി ഒരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ടാക്കുകയായിരുന്നു ആം ആദ്മി നേതാവ് അഭിജിത്ത് ദീപക്. ഒരു കൂറ പേജ്, അതാണ് അഭിജിത്ത് ദീപക് ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയ പേജ്. ഈ പേജ് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയേക്കാൾ കൂടുതൽ മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അത്രേ. എന്നാൽ ഈ ഫോളോവേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയപ്പോൾ അതിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നൊക്കെയായിരുന്നു. വെറും 9% മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള, നമ്മുടെ ഭാരതത്തിൽ നിന്നുള്ള ഫോളോവേഴ്സ്. കൂടാതെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ സാമ്പത്തിക സ്രോതസ്സും ദുരൂഹമാണത്രേ. ഒരു രാഷ്ട്രീയ പാർട്ടി സാധാരണ രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഇനി അതല്ല, ഇതെല്ലാം മറികടന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി തെരുവിലിറങ്ങണം, തെരുവിൽ പ്രതിഷേധിക്കണം, മനുഷ്യച്ചങ്ങല കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ യുവാക്കളെയും പിള്ളേരെയും ഒക്കെ തെരുവിലേക്ക് ഇളക്കി വിട്ടു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കൊണ്ട് പോകുന്നത് ഈ തെരുവിലേക്ക് ഇറങ്ങുന്ന ജെൻസി പിള്ളേര് തന്നെയാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ ഇരിക്കുന്ന, പ്രതിഷേധിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത അഭിജിത്ത് ദീപകിന് ഒന്നും സംഭവിക്കാണ്ട് പോകുന്നില്ല. കാരണം അങ്ങേര് നിൽക്കുന്നത് അമേരിക്കയിലാണ്, അല്ലാണ്ട് നമ്മുടെ ഭാരതത്തിലല്ല. ഭാരതത്തിൽ വന്നാൽ അവന്റെ പേര് രജിസ്റ്റർ ചെയ്ത UAPA അവനെ തളയ്ക്കുക തന്നെ ചെയ്യും. ശരിക്കും പുറമേ നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ 2 വട്ടം ആലോചിക്കണം. കാരണം ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക ഇവിടെയുള്ള കുട്ടികളായിരിക്കും. നിങ്ങളുടെ ഭാവിയാണ് സമൂഹത്തിൽ ചോദ്യചിഹ്നമാവുക, നിങ്ങളുടെ മുന്നിൽ തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എന്തായാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടി സോഷ്യൽ മീഡിയയിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഏകദേശം ആൾക്കാരൊക്കെ ഇഷാ മറിയം ഹാരിസ് പോലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പേജിന്റെ നിലവാരം ഏത് രീതിയിലാണ്, എങ്ങനെയാണെന്നൊക്കെ സാധാരണക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സംഘപരിവാറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, RSSനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ CJP പോലുള്ള ഒരു സോഷ്യൽ മീഡിയ പേജിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ
ഭാരതീയ ജനതാ പാർട്ടി അതുപോലെ തന്നെ RSS ഇന്നോ ഇന്നലെ വന്നതെന്നല്ല. RSS ഒക്കെ 100 വർഷം കഴിഞ്ഞു ഇവിടെ നമ്മുടെ ഭാരതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നും അത് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ മുമ്പിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി എന്നും പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വലിയ വെള്ളപ്പൊക്കമൊക്കെ വരില്ലേ, അതുപോലെയാണ്. അത് വരും, അങ്ങ് ഒഴുകിപ്പോകും. പിന്നെയും അവിടെ ഉറവയുള്ള ജലസ്രോതസ് അവിടെ തന്നെ ഉണ്ടാകും, വറ്റാതെ, മറ്റുള്ളവർക്ക് ഉപകാരമായി തന്നെ. ഒരിക്കൽ കൂടി ഈ ജൻസി പിള്ളേരോട് പറയാൻ ഇത്രയേ ഉള്ളൂ. വെറുതെ അനാവശ്യമായിട്ട് അതും ഇതും ചെയ്തുകൊണ്ട് എന്തെങ്കിലും കേസിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇട്ടാവട്ടത്തിൽ നിന്ന് ചുറ്റിക്കറങ്ങുന്നതല്ലാതെ നിങ്ങൾക്ക് ഭാവിയിൽ പുറത്തു പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഭാവിയിൽ പുറത്തു പോയിട്ട് എന്തെങ്കിലും സമ്പാദിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമായിരിക്കില്ല. 2 വട്ടമല്ല 1000 വട്ടം ആലോചിക്കണം നമ്മളൊരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റും വന്നിരിക്കുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.